ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് 2 കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ആദ്യത്തേത് ഒരു നാരായണീ മന്ത്രമാണ്. ഈ നാരായണീ മന്ത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രം എന്തിനു വേണ്ടിയാണ് നമ്മൾ ചൊല്ലുന്നതെന്നും മന്ത്രം എന്താണെന്നുള്ളതും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ശനി ദശ, 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി ഇവയൊക്കെ അനുഭവിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ചിലർക്ക് ജാതകത്തിൽ എപ്പോഴും ഞങ്ങൾക്ക് ശനിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവരുടെ ലൈഫിൽ ആ ശനിയുടെ ദുരിതം മാറി സന്തോഷമുണ്ടാവാൻ ശനി ഭഗവാനെ പ്രസാദിപ്പിക്കേണ്ടുന്ന വളരെ എളിയ 2-3 കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എന്താണ് നാരായണീ മന്ത്രം? സാക്ഷാൽ ആദിപരാശക്തിയെ പൂജിക്കുന്ന ദേവീ ഉപാസനയിൽ അതീവ പ്രധാനമർഹിക്കുന്ന ഒന്നാണ് നാരായണി എന്ന് പറയുന്ന ഭാവത്തിനുള്ളത്, ആ ഒരു നാമത്തിനുള്ളത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ മായയായും സർവമംഗളകാരിണിയായും നാരായണിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ദേവീ മാഹാത്മ്യത്തിലാണ് നാരായണീ സ്തുതിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ശുംഭ നിശുംഭന്മാരെ വധിച്ച ശേഷം ദേവന്മാർ ദേവിയെ സ്തുതിക്കുന്നതാണ് നാരായണീ സ്തുതി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശക്തിയായാണ് നാരായണീ ദേവി അറിയപ്പെടുന്നത്, അതായത് വൈഷ്ണവി ഭാവത്തിൽ. ഞാൻ ദേവീ മഹാത്മ്യ പാരായണം മുഴുവൻ ചെയ്യാൻ പറ്റാത്തവരോട് എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ എല്ലാ ദിവസവും നാരായണീ സ്തുതി മറക്കാതെ ജപിച്ചോളൂ എന്നുള്ളത്. ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്താണ് നാരായണീ നാമം എന്നുള്ളത്. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇതാണ് നാരായണീ നാമം എന്ന് പറയുന്നത്. അതായത് നാരായണീ സ്തുതി എന്ന് പറയുന്ന 11ാമത്തെ അധ്യായം ചൊല്ലാൻ സാധിക്കാത്തവർ, കയ്യിൽ ദേവീ മഹാത്മ്യം ഇല്ലാത്തവരൊക്കെ തന്നെ ഈ ഒരു നാരായണീ സ്തുതി നിത്യവും ജപിച്ചുകൊള്ളുക. ഈ ഒരു നാരായണീ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ മംഗളങ്ങൾക്കും മംഗളം നൽകുന്നവളും മംഗളസ്വരൂപിണിയും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നവളും അഭയം തരുന്നവളും മുക്കണ്ണിയുമായ ഹേ ഗൗരി നാരായണി നിനക്ക് നമസ്കാരം. അതായത് ഈ ലോകത്ത് എന്തൊക്കെ മംഗളങ്ങളുണ്ടോ ആ മംഗളങ്ങൾക്കൊക്കെ മംഗളമരുളുന്ന ദേവിയാണ് സാക്ഷാൽ നാരായണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും കുറഞ്ഞത് 3 പ്രാവശ്യം അല്ലെങ്കിൽ 21, 27, 54, 108 തവണകളിലായിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ്. രാവിലെ 54, വൈകിട്ട് 54, അങ്ങനെ 108, അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ. തുടരെ നമ്മളിത് ജപിച്ച് കഴിയുമ്പം അതിൻ്റെ ഫലം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത് അമൂല്യ ഗ്രന്ഥമാണ്. സാക്ഷാൽ ആദിപരാശക്തിയാണ്. ആ ദേവീ മഹാത്മ്യം പാരായണം ചെയ്താൽ നമുക്ക് എത്രമാത്രം ഫലം ലഭിക്കും. ദേവീ മഹാത്മ്യം കയ്യിലില്ലാത്തവർ, അത് പാരായണം ചെയ്യാൻ സാധിക്കാത്തവർ ദേവീ മഹാത്മ്യത്തിൽ ഈ ഒരു 4 വരികൾ ചൊല്ലിയാൽ തന്നെ തീർച്ചയായും നമുക്കതിൻ്റെ ഫലം ലഭിക്കും. സാക്ഷാൽ ആദിപരാശക്തിയുടെ അനുഗ്രഹം, നാരായണിയുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കും. നാരായണി ദേവിയെ പ്രാർത്ഥിച്ചാൽ മനസ്സിന് ശാന്തിയും കുടുംബത്ത് ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിനങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എപ്പോഴും ഉള്ളതുപോലെ നോൺ വെജ് കഴിച്ചിട്ട് നമ്മളിത് ചൊല്ലരുത്. അതേപോലെ കുളിച്ചിട്ട് വേണം ജപിക്കാൻ. വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളിത് ചൊല്ലണം. നിലവിളക്കിൽ ഒന്നെങ്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്താം. നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയൊഴിച്ച് 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്തി അതിന് മുൻപിലിരുന്ന് ജപിക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ, സന്ധ്യാസമയത്തോ ഒക്കെ ഏറ്റവും ശ്രേഷ്ഠം സന്ധ്യാസമയത്ത് ഇത് ജപിക്കുന്നതാണ്. ദേവിയുടെ ആ ഒരു സൗമ്യമായിട്ടുള്ള രൂപം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു നാരായണീ സ്തുതി നമ്മൾ ജപിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം നമ്മളെ തേടി വരിക തന്നെ ചെയ്തിരിക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എല്ലാ ദിവസവും ജപിച്ചുകൊള്ളുക. ആ ജപഫലം തീർച്ചയായും നിങ്ങൾക്ക് ഒരു 21 ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നതായിരിക്കും. ഇനി
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ പ്രീതി നേടാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പം മേടക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ് ഇവർക്കിപ്പം ഏഴരശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിഥുനക്കൂറ്, കന്നിക്കൂറ്, ധനുക്കൂറ് ഇവർക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടകശനിയാണ്. അതേപോലെ തന്നെ ചിങ്ങക്കൂറ് അവർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഷ്ടമശനിയാണ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാർച്ച് 13 ശനി ഭഗവാൻ അസ്തമിക്കുന്നൊരു സമയമാണ്. അതായത് സൂര്യഭഗവാന്റെ സംക്രമണം വരുമ്പം ഈ ഒരു മാർച്ച് 13 ശനി അസ്തമിച്ചിട്ട് പിന്നെ ഏപ്രിൽ മാസത്തിൽ വീണ്ടും സംക്രമിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഈ പറയുന്ന നാളുകാർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിനൊപ്പം തന്നെ ജാതകത്തിൽ ശനിയുള്ള 19 വർഷമാണ് ശനി. അപ്പോൾ ശനി ദശ ജാതകത്തിൽ നടക്കുന്നവരുണ്ടായിരിക്കും. ഇവർക്കെല്ലാവർക്കും ഞാൻ ഈ പറയുന്നൊരു കാര്യം ഫോളോ ചെയ്യാം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും നമ്മൾക്കിത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം എന്ത് പറഞ്ഞാലും ശനി ഒരു രീതിയിൽ നമ്മളെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കും. അത് ഏഴര ശനിയായിട്ടും കണ്ടകശനിയായിട്ടും അഷ്ടമശനിയായിട്ടും. ശനിദശ 19 വർഷമേ ഉള്ളെങ്കിലും ഈ 3 കാര്യങ്ങൾ നമ്മളെ വിടാതെ നമ്മുടെ ലൈഫിൽ ഒരു 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴോ 5 വർഷം കൂടുമ്പോഴോ ഒക്കെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ശീലമാക്കുക. ജീവിതത്തിൽ ഏറ്റവും ഫസ്റ്റ് ഞാനെന്ന ഭാവം കളയുക. ഞാനത് ചെയ്തു അങ്ങനെയുള്ള ഞാനെന്ന ഭാവം നമ്മളിൽ നിന്ന് എടുത്തു കളയുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശനിയെ പേടിക്കാതിരിക്കുക. ശനിക്ക് മുൻപിൽ സറണ്ടർ ചെയ്യുക നമ്മളെന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അതായത് ഭഗവാനെ, നീ എനിക്ക് തന്ന ശനിദോഷത്തെ അങ്ങ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ആ ശനിദോഷത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ കിട്ടിയ ഒരു അവസരമായി ഞാൻ ഈ ഒരു ശനി സമയത്തെ, അതിപ്പം ഏഴര ശനിയാണെങ്കിലും അഷ്ടമശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും എടുത്തുകൊള്ളാം. ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണം, ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് പൊറുക്കണം എന്ന് പറയുക. ഭഗവാനോട് സറണ്ടർ ആവുക ആദ്യം തന്നെ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം, നമ്മളെക്കാൾ താഴെയുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക. ഇപ്പോൾ റോഡ് തൂക്കുന്നവരുണ്ടാകും, സെക്യൂരിറ്റി ജീവനക്കാരുണ്ടാകും, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സെർവൻസ് ഉണ്ടാകും, അതേപോലെ പ്രായം ചെന്നവർ. ഇപ്പോൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ പ്രായം ചെന്ന ആൾക്കാരെ കാണാം, നമ്മുടെ അച്ഛൻ അമ്മ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക. ഇപ്പം നിങ്ങളെക്കൊണ്ട് അവർക്കൊരു സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെ നമ്മൾ ഉപദ്രവിക്കരുത്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കാതിരിക്കുക. ഈ കാര്യങ്ങളാണ് ഒരു ബേസിക്സ് ആയിട്ട് ഒരു മനുഷ്യൻ ശനിദശയിലും അഷ്ടമ കണ്ടക ഏഴര ശനി പൊക്കോണ്ടിരിക്കുന്ന സമയത്തും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്, അവർ ജോലി ചെയ്യുന്നെങ്കിലും അവരൊരിക്കലും നമ്മുടെ അടിമയല്ല. ചിലർ ജോലിക്കാരെയൊക്കെ ഭയങ്കര ഹാർഷായിട്ട് പെരുമാറി വേദനിപ്പിക്കാറുണ്ട്. അതൊന്നും ശനിക്ക് ഇഷ്ടമല്ല. ശനി ഭഗവാൻ ഏറ്റവും പ്രിയം താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവരെ നമ്മൾ പരിപാലിക്കുമ്പോഴാണ്. റോഡ് തൂക്കുന്നവർ, സെക്യൂരിറ്റി ജീവനക്കാർ, അതേപോലെ തന്നെ വഴിയിൽ കാണുന്ന യാചകർ, ഇവരോടൊക്കെ നമ്മൾ കാണിക്കുന്ന കരുണയാണ് ശനിയുടെ കരുണയായി നമ്മളിലോട്ട് വന്നു പെടുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ശനികാഠിന്യം കുറയ്ക്കാൻ ഭഗവാൻ ഗണേശനെ പൂജിക്കണം എന്നുള്ളത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കേതു ഭഗവാൻ എങ്ങനെ പ്രസന്നനാവുന്നു അതിനനുസരിച്ച് ശനി ഭഗവാനും പ്രസന്നനാകും എന്നുള്ളതാണ്. കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ വിനായകൻ തന്നെയാണ്. ശനി ഭഗവാൻ ഒരിക്കലും നേരിട്ടല്ല, കേതു ഭഗവാൻ വഴിയാണ് നമ്മളെ ഹിംസിക്കുന്നത്. അതായത് നമ്മുടെ ജാതകത്തിൽ ഇതുപോലെയുള്ള ഏഴര ശനി, അഷ്ടമശനി, കണ്ടകശനി പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തൊഴിൽ പ്രശ്നം വരും, കുടുംബക്കാരുമായിട്ടും കൂട്ടുകാരുമായിട്ടും ചുറ്റുവട്ടത്തുള്ളവരുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരും, ഒറ്റപ്പെടലുണ്ടാവും. ഇതൊക്കെ കേതു കാരണമാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം കേതുവിനെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ ശനി ഭഗവാന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. അതായത് കേതുവിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ഗണേശ ഭഗവാനെ പൂജിക്കുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പറയാം, ഇന്ന് സങ്കടഹര ചതുർത്ഥിയാണ്. എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കണ്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ മാർച്ച് 13 ശനിയുടെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ അന്നത്തെ ദിവസം വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോയിട്ട് 8 വക 8 നമ്പറിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ വാങ്ങി സമർപ്പിക്കുക എന്നുള്ളതാണ്. അതായത്
8 പറയുന്നത് സാക്ഷാൽ ശനിയുടെ നമ്പറാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 8 കൊഴുക്കട്ട, 8 ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം, 8 ലഡു, അതേപോലെ തന്നെ പൊരിക്കടല കൊണ്ടുണ്ടാക്കുന്ന ലഡു ഉണ്ട് ഉരുണ്ടിരിക്കുന്നത്, ആ ലഡു 8 എണ്ണം, 8 എള്ളുണ്ട, 8 ശർക്കര, അതായത് കുഞ്ഞു ശർക്കരയുണ്ടല്ലോ, നമ്മുടെ വലിയ ഉരുണ്ട ശർക്കരയല്ല, കുഞ്ഞു ശർക്കര. ഇനി ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് പൊടിച്ച് 8 പാർട്ടാക്കി എടുത്താലും മതിയാവും. അതേപോലെ 8 കടല മിഠായി, അത് കടല മിഠായി ചതുരത്തിലെ അല്ല, ഉരുണ്ടിരിക്കുന്ന കടല മിഠായി ഉണ്ടെങ്കിൽ അത് നമുക്കിതൊക്കെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അതേപോലെ 8 സുഖിയൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അതായത് ചെറുപയർ നമ്മൾ പുഴുങ്ങിയിട്ട് അത് മാവിനകത്ത് മുക്കി പൊരിച്ചെടുക്കുന്നത്, ചിലയിടത്ത് മോദകം എന്നും പറയാറുണ്ട്. അത് 8 എണ്ണം. ഇതെല്ലാം 8 എണ്ണത്തിലെടുക്കണം. അതായത് ഞാൻ ഈ ടോട്ടൽ 8 സ്നാക്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ 8 സ്നാക്സും 8 എണ്ണത്തിലെടുത്ത് വീടിനടുത്തുള്ള ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ, നമ്മുടെ വീടിനടുത്തുള്ള, വേറെ എവിടെയും പോവേണ്ട, അവിടെ പോയി അവിടെ ഭഗവാന് സമർപ്പിച്ചിട്ട് അത് അവിടെ വരുന്ന ഭക്തർക്ക്, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക്, പ്രായമായവർക്ക്, നിങ്ങളുടെ വീടിനടുത്ത് അനാഥാലയം പോലെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയോ നമുക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് അവിടെ യാചകരൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും കൊടുത്താൽ മതിയാവും. ഇത് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പരിഹാരമാണ്. ശനിയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും കേതുവിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടാനും കേതു ഭഗവാനെ സന്തോഷിപ്പിക്കാനും. ഇത് ഈ ഒരു മാർച്ച് 13 മാത്രമല്ല, എല്ലാ ശനിയാഴ്ചകളിലും നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് ഏകാദശി, പ്രദോഷം പോലെ നമ്മൾ പറയില്ല അന്നദാനം ചെയ്യാൻ, ആ ഒരു സമയങ്ങളിലും മധുരം ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. നമ്മൾ മധുരം ദാനം ചെയ്താൽ, അത് ഈ പറഞ്ഞ പോലെ പഞ്ചസാര, ശർക്കര അങ്ങനെയുള്ളതിനേക്കാൾ കൂടുതൽ ഇതുപോലെയുള്ള മധുരമുള്ള സ്നാക്സ് നമ്മൾ ദാനം ചെയ്താൽ ശുക്രചന്ദ്രവശ്യം നമുക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഗണേശ ചതുർത്ഥി വരുമ്പോൾ, അത് എവരി മന്ത് വരുന്ന സങ്കടഹര ചതുർത്ഥിയാണെങ്കിലും, അതേപോലെ 11 ദിവസത്തെ ഗണേശ ചതുർത്ഥി വലിയ ഫെസ്റ്റിവൽ വരുമ്പോഴാണെങ്കിലും ഭഗവാന്റെ ക്ഷേത്രങ്ങൾ നിറയ്ക്കുന്നത് ഇവിടെ പലഹാരങ്ങൾ കൊണ്ടാണ്. എത്ര വലിയ രീതിയിലുള്ള ലഡൂസൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ആ സമയത്ത് നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഭഗവാനെ ചുറ്റിപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെയുള്ള ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഇതുപോലെയുള്ള സ്വീറ്റ്സും ആയിരിക്കും. അതേപോലെ സങ്കടഹര ചതുർത്ഥിക്ക് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ എത്ര പേര് വരുന്നുണ്ടോ അത്ര പേരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വീറ്റ്സ് കിട്ടും. ഇങ്ങനെ കൈ നിറച്ചായിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അവരുടെ ദോഷം നമ്മളിലോട്ട് വന്നു ചേരുമെന്നൊന്നുമല്ല. അവരത് കൊടുക്കുന്നത് അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ്, അതവർക്ക് നന്മയായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറാനാണിത് കൊടുക്കുന്നതെങ്കിലും ഒരിക്കലും അവരുടെ ദോഷങ്ങൾ നമ്മളിലോട്ട് വന്ന് പെടുകയുമില്ല. അതും നമ്മൾ മനസ്സിൽ വെക്കണം. അതേപോലെ മാർച്ച് 13 ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ കാര്യം 8 സ്നാക്സ് 8 എണ്ണത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് മാർച്ച് 13 ബാക്കിയുള്ള ശനിയാഴ്ചകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നദാനം ചെയ്യാൻ പറ്റുന്ന സമയത്തോ ഒക്കെ ഒരൊറ്റ മധുരപലഹാരം വാങ്ങിച്ചു കൊടുത്താൽ മതിയാവും. അതായത് ലഡു മാത്രം വാങ്ങിച്ച് 3-4-5 പേർക്ക് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പം മാർച്ച് 13 ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ 8 പ്രാവശ്യം ഏത്തമിടണം ഗണപതി ഭഗവാന് മുൻപിൽ. 8 പ്രാവശ്യം നമ്മുടെ 2 തലയ്ക്ക് സൈഡിലും കൊട്ടുകയും വേണം. അതായത് കൈ രണ്ടും നമ്മളെ ചുരുട്ടി പിടിച്ചിട്ട് ചെവിയുടെ മുകൾ ഭാഗത്തായിട്ട് തലയിൽ 8 കൊട്ടും കൊട്ടി ഒരു റൗണ്ട് പ്രദക്ഷിണവും ചെയ്യണം. ഇതും ശനി ഭഗവാന്റെ അനുഗ്രഹത്തിനും കേതു ഭഗവാനെ സന്തോഷിപ്പിക്കാനും ഉതകുന്ന ഒരു കാര്യമാണ്. ഇത് മാർച്ച് 13 നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ മാസം. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഒരാൾക്കെങ്കിലും നമ്മൾ മധുരം വാങ്ങിച്ചു കൊടുക്കുകയോ ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുക. അത് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഐശ്വര്യം തരുന്ന കാര്യമാണ്. ഈ 8 കൊട്ട എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ 2 കൈയും ചുരുട്ടിപ്പിടിക്കും നമ്മുടെ വിരലുകൾ മടക്കുന്ന ആ ഒരു ഭാഗത്തൊരു എല്ല് പോലെ ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ കൊട്ടുക എന്നുള്ളതാണ്. 8 പ്രാവശ്യം 8 ഏത്തം 8 കൊട്ട് 1 ചുറ്റ്, ഇതാണ് നമ്മൾ
ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ, കേതു ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഗണേശ ഭഗവാനെ പൂജിക്കുക, ഗണേശ മന്ത്രങ്ങൾ ചൊല്ലുക. അതേപോലെ ഗണേശ ഭഗവാൻ എപ്പോഴും പറ്റുന്നത് പോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഫ്രൂട്ട്സും ഇതേപോലെയുള്ള മധുര പലഹാരങ്ങളും ഭഗവാന് സമർപ്പിക്കുക. ഇതൊക്കെ ശനിദോഷത്തിൻ്റെ കാഠിന്യം നമ്മളെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളെക്കൊണ്ട് എന്താണോ പറ്റുന്നത്, ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണ്. ഇപ്പോൾ വീടിനടുത്ത് അനാഥാലയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് ചെരുപ്പ്, പില്ലോയ്, അതേപോലെ പുതപ്പ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന നമ്മുടെ കയ്യിലെ കാശിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.